റിയാദിൽ നിന്നുള്ള നമ്മുടെ യാത്ര ഹോങ്കോങ്ങിലെത്തി. ഏതാണ്ട് 10 മണിക്കൂറത്തെ ഫ്ലൈ ആയിരുന്നു കാത്തെ പസഫിക് എയർലൈൻസിൽ. ഫ്ലൈറ്റ് നല്ല പുതിയ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഭക്ഷണവും വലിയ കുഴപ്പമില്ലായിരുന്നു. സർവീസും ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്തു. ഇപ്പം ഇവിടെ ഒരു 4.5 മണിക്കൂർ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ട്. ആ ട്രാൻസിറ്റിന് ശേഷം നമ്മൾ നേരെ അടുത്ത ടേക്ക് ഓഫ് മലേഷ്യക്കാണ്. എല്ലാവർക്കും പുതിയ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഹോങ്കോങ് എയർപോർട്ട് എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന എയർപോർട്ടാണ്. ചുറ്റിനും മലകളും വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വളരെ ഭയങ്കര വലിയൊരു എയർപോർട്ട് തന്നെയാണ് ഹോങ്കോങ് എയർപോർട്ട്. നടന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം ട്രാൻസിറ്റ് ഒരു 3-4 മണിക്കൂറെങ്കിലും ഏറ്റവും മിനിമം വേണം ഹോങ്കോങ് എയർപോർട്ട് വഴി യാത്ര ചെയ്യാൻ. കാരണം അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണേൽ ഫ്ലൈറ്റ് നഷ്ടപ്പെടാം. കാര്യം അത്രയ്ക്കും നടക്കാനുണ്ട് എയർപോർട്ടിനുള്ളിൽ കൂടി. പിന്നെ അടുത്ത ഫ്ലൈറ്റിൻ്റെ ചാർട്ട് ജസ്റ്റ് നോക്കുമായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് CX729 ഗേറ്റ് നമ്പർ 14 ആണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വേണം പോകാൻ. അങ്ങനെ പോകുന്ന വഴി കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മളിങ്ങനെ എയർപോർട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. വന്നപ്പോഴത്തേക്ക് അവരുടെ സർവേ ടീം വന്നിട്ട് നമ്മളോട് ഹോങ്കോങ് എയർപോർട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മളതിനുള്ളൊക്കെ റിപ്ലൈ കൊടുത്തു. അതിന് ശേഷം അവർ നമുക്ക് ഈ ഒരു ടാഗ് ഗിഫ്റ്റ് തന്നു. നമ്മൾ ഇനി എയർപോർട്ടിനുള്ളിൽ കൂടി നടക്കുവാണ്. നമ്മുടെ ഗേറ്റ് 14 ആണ്. 14. നമ്മളിപ്പോൾ ഉള്ളത് 60-ലാണ്. ഇനി അത്രയും ദൂരം നടക്കണം. ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം നമുക്കിവിടെ കാണാം. ഓൾ ദ വേ ഇങ്ങനെ. ഡെക്കാത്തലോൺ ഇവിടെ കാണാം, ചെറിയൊരു ഷോപ്പ്. എയർപോർട്ടിലുള്ള ഏത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക സിഗരറ്റ്, അതുപോലെ തന്നെ മദ്യം, പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കാണാൻ സാധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പെർഫ്യൂംസും അതുപോലെ ടോയ്സും അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും കൂടുതൽ സിഗരറ്റാണ്, മദ്യമാണ് എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ മാൽബ്രോ സിഗരറ്റിനൊക്കെ വളരെ നല്ല വിലക്കുറവുണ്ട്. നമ്മൾ ജസ്റ്റ് കമ്പാരിസൺ വെച്ച് നോക്കുവാണെങ്കിൽ സൗദി അറേബ്യയുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും വില കുറവുണ്ട് ഈ പറയുന്ന ഹോങ്കോങ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ സിഗരറ്റിനൊക്കെ. നമുക്ക് എന്തായാലും ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഒന്ന് കയറി നോക്കിയിട്ട് വിലയൊക്കെ ഒന്ന് കമ്പാരിസൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് $785. ദാറ്റ് മീൻസ് ഒരു 375 റിയാൽ. രാവിലെ ഇപ്പം സമയം ഇവിടെ ഒരു 8:30-9 മണി. എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നമ്മളിങ്ങനെ പോവാണ്. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് വല്ലതും കഴിച്ചിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ ഹോങ്കോങ് എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ഏരിയ ഒക്കെ റിനോവേറ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
അങ്ങനെ നമ്മുടെ ആ ഒരു ഗേറ്റ് ലക്ഷ്യമാക്കിയുള്ള നടപ്പ് തുടരുകയാണ്. ഓൾമോസ്റ്റ് നമ്മളിവിടെ വന്ന് ലാൻഡായിട്ട് ഒരു 2 hour കഴിഞ്ഞു, 2.5 hour കഴിഞ്ഞു. ഇനി നമുക്കൊരു 1 hour കൂടെ ഉള്ളൂ ഇവിടെ. അടുത്ത ഫ്ലൈറ്റ് മലേഷ്യ. ഡ്രീംസ് നമ്മൾ കുറച്ച് മുമ്പ് അവിടെയും കണ്ടായിരുന്നു ഇതുപോലത്തെ സ്മോൾ ഷോപ്പ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചൈനീസ് ടൈപ്പ് സ്റ്റോറുകളുണ്ട്. ഇവിടെയൊക്കെ നല്ല രസത്തിൽ ഫ്ലവറൊക്കെ, നാച്ചുറൽ ഫ്ലവറാണ് ഇതൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതും കണ്ടായിരുന്നു അപ്പുറം ഒരു ഡ്യൂട്ടി സീറോ ട്രിപ്പ് അഡ്വൈസറിൻ്റെ ഷോപ്പ്. അത് കൊള്ളാം. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണും ഇങ്ങനെ ഒരു സംഭവം, ട്രിപ്പ് അഡ്വൈസറിൻ്റെ ഷോപ്പ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് അങ്ങനെ കറങ്ങാം, ഒത്തിരി സമയം കറങ്ങാം. ഹോങ്കോങ് എയർപോർട്ട് സോ ഹ്യൂജ്, അടിപൊളിയാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ കറങ്ങാൻ. അത്ര വലിയ എക്സ്പെൻസീവും അല്ല. എയർപോർട്ട് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ മെനു ഒക്കെ നോക്കുമ്പോഴും ഇപ്പോൾ കമ്പയർ വിത്ത് ദുബായ് ആൻഡ് സൗദി അറേബ്യ, അവിടുത്തെ എയർപോർട്ടിലെ റേറ്റും ഇവിടുത്തെ നോക്കുമ്പോൾ അത്ര എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ആ ഒരു റേറ്റൊക്കെ തന്നെ ഉള്ളൂ. ഈ റൂട്ട് പിടിച്ച് നമ്മൾ 13 to 22 എന്നുള്ള ആ ഒരു ഗേറ്റിൻ്റെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ 14 ആണ് ഗേറ്റ്. സ്കൈ ബാർ റെസ്റ്റോറൻറ്റ് ഇവിടെ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇതൊന്നിനെ മേളിലോട്ട് പോകണമെന്ന് തോന്നുന്നു നമ്മുടെ ഗേറ്റ്. അവിടെ റെസ്റ്റോറൻറ്റ്സും അതും ഇതൊക്കെ ഉണ്ട്. ഇത് എയർപോർട്ടിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഗേറ്റ് ഇതാണ് 13 കോലാലംപൂർ. ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. മലേഷ്യക്കുള്ള ബോർഡിങ്ങിൽ നിൽക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ കയറും. നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ പുറകിലും കുറച്ച് ആൾക്കാരിവിടെ ഉണ്ട്. ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മലേഷ്യ, കോലാലംപൂർ. മലേഷ്യ ലാൻഡ് ആകാൻ പോവാണ്. നമ്മളങ്ങനെ കോലാലംപൂരിലെത്തി. വെൽക്കം ടു മലേഷ്യ. ഇത് നമ്മൾ ഒരു 12 വർഷം കഴിഞ്ഞിട്ട് എത്തുന്ന മലേഷ്യൻ ട്രിപ്പാണ്. മലേഷ്യയിലോട്ട് നമ്മൾ പണ്ട് വന്നിരുന്നു 2012. ഇപ്പോൾ 2024 നമ്മുടെ റീവിസിറ്റ് 25. അപ്പം ഏതാണ്ട് 12 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ മലേഷ്യ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മയില്ല. എന്നാലും ചില ഭാഗങ്ങളൊന്നും മാറ്റം കാണില്ല. അകത്ത് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഏരിയ ആയിട്ടുള്ളൂ. ഒന്നുവരായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിലെ പൈലറ്റ്. ഒരു മെയിൻ പൈലറ്റ്, ഒരു കോ പൈലറ്റ് ലേഡി ആയിരുന്നു. മെയിൻ പൈലറ്റ് ഈ റൈറ്റ് സൈഡിൽ പോകുന്ന പുള്ളി. മലേഷ്യയിൽ ലിക്കറും അതും ഇതും എല്ലാം
കിട്ടുമെന്നുള്ളത് ഒരു നോർമൽ സംഭവം തന്നെ. ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലേഷ്യൻ സിറ്റി കോലാലംപൂർ ചെന്നൈ സിറ്റി നമുക്ക് 1-2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം. ഷോപ്പിംഗ്, അതുപോലെ തന്നെ സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യാം, ഫുഡ് ഒക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരു നൈസ് സിറ്റിയാണ് കോലാലംപൂർ. എയർപോർട്ട് വളരെ ശാന്തമായിട്ട് കിടക്കുന്നു. ക്രൗഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്രൗഡുകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം 8 മണി. നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് ഇമിഗ്രേഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലഗേജ്. അതാണ് സംഭവങ്ങൾ ഇനിയുള്ളത്. സലാമത്ത് ദത്താങ്. ഇതൊക്കെ മലേഷ്യൻ ഇൻസ്ട്രുമെന്റ്. അങ്ങനെ ബസ്സിൽ വന്ന് കയറി. ഇതൊരു പുതിയ അനുഭവമാണ്. കാര്യം വെച്ചാൽ നോർമലി നമ്മൾ ആ ഗ്രൗണ്ടിൽ കൂടെ തന്നെ അങ്ങ് അകത്തോടെ നടന്നു പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മളെ ബസ്സിലാണ് ഇമിഗ്രേഷൻ കൗണ്ടറിന് അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അത്രയ്ക്കും വലിയ എയർപോർട്ടാണ് ഇതെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പണ്ട് വന്നപ്പോൾ ഈ ട്രെയിനിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, ഇതിന് മേളിൽ കൂടെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ട്രെയിൻ കാണുന്നില്ല, എല്ലാം ബസ്സുകളാണ് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന പാലം ട്രെയിൻ പോകുന്നതായിരുന്നു, ഇത് പോയി കഴിഞ്ഞു. ഇപ്പം നമ്മളെ കൊണ്ടൊരു 10-15 മിനിറ്റ് ഓടുക എയർപോർട്ടിനകത്തോടെ. എന്തുണ്ട് അവിടെ കുറേ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അതുവഴി പോകാം, ഓൾ അതർ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇതുവഴി പോകാം. ഇപ്പം നമ്മുടെ ഏതാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ എലിവേറ്റർ പിടിച്ചു. ആ എലിവേറ്ററിൽ കൂടെ പോകാതെ ഈ എലിവേറ്ററിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എലിവേറ്ററൊക്കെ കയറി ബസ്സിൽ നിന്നും ഇറങ്ങി വന്നിട്ട് നേരെ ഇങ്ങോട്ടെത്തി. ഇത് ഇമിഗ്രേഷൻ കൗണ്ടറാണ്. കഴിഞ്ഞ് തിരിച്ച് നേരെ ലഗേജ് എടുക്കാൻ വേണ്ടി വന്നു. ഒരു 30 ദിവസത്തെ സിംഗിൾ എൻട്രിയാണ് തന്നിരിക്കുന്നത്. നമ്മളുടെ ബെൽറ്റ് ഇതാ, ലഗേജ് നോക്കി പോവാണ്. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോകാം. വളരെ സിമ്പിളാണ് സംഭവങ്ങളെല്ലാം, കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ടിക്കറ്റ് വേണം, എവിടെയാണ് ഹോട്ടൽ ബുക്കിങ്ങുകളൊന്ന് കാണണം, ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ഇത് 2 ഒരുമിച്ചാണ്. അവരത് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഗേജ് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തു നേരെ പോകുന്നു ഹോട്ടലിലോട്ട്. എയർപോർട്ടിൻ്റെ എക്സാക്ട്ലി ആ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇനി വരുമ്പോൾ കാണാൻ പറ്റും. അടുത്ത പരിപാടി എന്ന് പറയുന്നത് കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ഔട്ട് സൈഡിലോട്ട് പോകണം. ഇവിടെ എയർപോർട്ട് ടാക്സി ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ആസ് യൂഷ്വൽ എല്ലാ എയർപോർട്ടിലെയും പോലെ. ഇനിയിപ്പോൾ നേരെ സിം എടുക്കണം, എന്നിട്ട് നേരെ ഹോട്ടൽ. ക്യാബൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ട് ലെവൽ 1 വന്ന് നിന്നിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഫ്രീ ഷട്ടിലുണ്ട് ലെവൽ 1. ലിമോസിൻ ടാക്സി ലെവൽ 3 ചെന്നാൽ കിട്ടും. പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതെനിക്കൊന്ന് മേളിൽ കൂടെ പോകുന്ന മെട്രോയാണ്. ഇതാ നമ്മുടെ വണ്ടി, നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടുപോകുന്ന വണ്ടി. 180 റിംഗറ്റ് കൊടുത്തു.
ഇതിന് നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി വെക്കുവാണ്. കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട്. 91 ഇവിടെ വില 2 റിങ്കറ്റ്, 2.05 ഹലാല. നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. എൻ്റെ റിസപ്ഷനാണ് ഇപ്പോൾ മുമ്പേ കണ്ടത്. ഒരു ചെറിയ ബാർ സെറ്റപ്പും റെസ്റ്റോറൻറ്റ് പോലൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് നൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. നാളെ നമ്മളിവിടുന്ന് മൂവ് ചെയ്യുമോ? നൈറ്റും ഉണ്ടെന്നോ. നാളെ നൈറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് പോവുക. മറ്റന്നാളാണ് നമ്മുടെ ഫ്ലൈറ്റ് സിംഗപ്പൂരിന്. ഇത് KL ടവറിന് തൊട്ടടുത്തായതുകൊണ്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത്. നീണ്ട ഏതാണ്ട് 10-15 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മലേഷ്യയിൽ കോലാലംപൂരെത്തി നമ്മുടെ ഹോട്ടലിൽ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.